ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അങ്ങോട്ട് പോകണം. അവിടെ താണു പോയത് വണ്ടിരിക്കില്ല, അച്ഛനും അമ്മയും പോയിട്ട്. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കാണ്. ഇന്ന് മക്കൾക്ക് ഓഫ് ഡേ ആണ്. പിന്നെ വൈഫിനെ കോളേജിലും വിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് പോന്നു. ഇവിടെ എത്തിയപ്പോൾ ഇപ്പോൾ വണ്ടിയിലിരുന്ന് കണ്ണൂസ് സംസാരിച്ചുകൊണ്ടിരുന്നത് അവനോട് നമ്മളൊരു മുന്നേ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴവനത് ഓർമ്മ വന്നത്. കല്യാണമൊക്കെ ഉറപ്പിച്ച ടൈമിന് നമ്മളിവിടെ വന്നപ്പോൾ ഈ ഒരു കടലിലധികം അങ്ങ് ഇറക്കില്ല, ഈ ഒരു തിര ചെറുതായിട്ട് അടിച്ച് കയറുന്ന സൈഡിൽ നമ്മളിങ്ങനെ വണ്ടി വെച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അടുത്തിരിക്കുന്ന അവിടെ കുറച്ച് അപ്പുറത്ത് മാറിയിരിക്കുന്നവർ അത് നോക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളെ ഇത് അതിലേക്ക് ജാമായി കിടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത്. പിന്നെ ഞാൻ അവിടുന്ന് ആക്സിലേറ്റർ കൊടുക്കാമെന്നല്ലാണ്ട് വണ്ടി മുന്നോട്ട് പോകുന്നില്ല, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ക്ലച്ച് കത്തിയ സ്മെല്ലും അതൊക്കെ ആയപ്പോൾ പിന്നെ ആകെ പാനിക്കായി, വണ്ടി കയറുന്നില്ല. അവരെ കുറച്ചാദ്യം നമ്മൾ അവരോട് ഹെൽപ്പ് ചോദിച്ചപ്പോൾ അവരാദ്യം മടിച്ച് നിന്ന്, പിന്നെ അവർ പറഞ്ഞ് താഴെ ചൊവ്വെന്ന് ക്രെയിന് വിളിക്കണോ, അങ്ങനെ ഒരുപാട് പൈസയാവും അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അവരെന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു, ചെറിയൊരു പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് അവർ ആ ഫ്രണ്ടിലത്തെ മണൽ നീക്കിയിട്ട് 2 ഹോളോ ബ്രിക്സിൻ്റെ കട്ടയെടുത്ത് അതിലിട്ട് ഈസി ആയിട്ട് കയറ്റിങ് പോകുന്നു. അതൊരു പാടായതുകൊണ്ട് നമ്മളിപ്പോൾ അധികം അവിടെ പോയാൽ അങ്ങ് വെള്ളത്തിലേക്ക് ഇറക്കാൻ നിൽക്കാറില്ല, ഇങ്ങനെ സൈഡിൽ നിന്നിങ്ങനെ നോക്കാറാണ് പതിവ്. വിക്കും കണ്ണും പിന്നെ ഇന്ന് കുളിക്കുക, അങ്ങനെ വെള്ളത്തിലിറങ്ങാമെന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. പക്ഷേ ഈ ഒരു 12 മണി, ഒരു 11 മണി കഴിഞ്ഞ് 12 മണി ആകുന്ന ടൈമായതുകൊണ്ട് നല്ല വെയിലിന് ചൂടാണ്. സാധാരണ ഈവനിങ് ഇവിടെ വരുമ്പോൾ അവർ വെള്ളത്തിലിറങ്ങാറും കുളിക്കാറൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ സൈഡിലൊക്കെ കിടക്കുന്നതൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ കുറേ ഇങ്ങനെ സ്റ്റാർ ഫിഷും കുറേ ചത്ത മീനും അതും ഇതൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. അതിനിടയിൽ കുറേ ശംഖും മറ്റേ ഇതല്ലേ അതൊക്കെ കണ്ടു. അപ്പോൾ വിക്കുന് അതൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അവിടെ നിന്നൊരു കവറെടുത്ത്, വണ്ടിയിലൊരു കവറുണ്ടായിരുന്നു, ആ ചെറിയൊരു കവറെടുത്തിട്ട് അതിലവൻ അതൊക്കെ ഇങ്ങനെ ശേഖരിക്കുകയാണ്, വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട്. ഇക്കുസിന് ഇറങ്ങണമെന്ന് തന്നെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ആ വെള്ളത്തിനും ചെറിയ ചൂടും പിന്നെ നല്ല വെയിലൊക്കെ അല്ലേ. അപ്പോൾ ഇപ്പം വെറുതെ നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ എവിടെയും പോകാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൻ ഇറങ്ങാണ്ടിരുന്നത്. ചിറകിൽ ചിറകിൽ പറക്കാനൊരു മോഹം, നിന്റെ വികൃതിയിൽ മുഴുകുമ്പോൾ അതിമധുരം. ചെല്ലക്കാറ്റെ ചൊല്ല് ചൊല്ല്, ചക്കരവാക്കിലെന്തുണ്ട്, മായക്കാറ്റെ നില്ല് നില്ല്, ചിത്തിരക്കൈയിലെന്തുണ്ട്. അത്തിമരത്തിലെ കൊച്ചു കിളിക്കൂട്ടിൽ പുള്ളിക്കുയിൽ കുഞ്ഞ് കൊഞ്ചും കൂറുമൊഴിയോ, വെറ്റുപെരുകണ പൊമ്മയിൽ പിലിയോ. ചെല്ലക്കാറ്റെ ചൊല്ല് ചൊല്ല്, ചക്കരവാക്കിലെന്തുണ്ട്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നും ടൈം ബാക്കിയുണ്ടല്ലോ, ഉച്ചയായില്ലേ, അധികം ഇവിടെ നിൽക്കണ്ട, ചൂടൊക്കെ ഉള്ളല്ലേ. അപ്പോൾ മെല്ലെ വിടാമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയിൽ അവന് ഇത് എടുത്തിട്ട് തീരുന്നില്ല, അത് അങ്ങോട്ട് ഓടി നടന്ന് എടുക്കുകയാണ് ഓരോന്നും. അപ്പോൾ കുറേ കച്ചറ ഉണ്ട്, അതൊന്നും എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ബാക്കി ശംഖും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാം എടുത്തു. രണ്ടാളും കൂടി ഇങ്ങനെ അതൊക്കെ നോക്കി നോക്കി നടക്കുകയായിരുന്നു. വെയിലിന് നല്ല ചൂടാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, വെള്ളമാക്കണ്ട കാലമ്മൽ, നമുക്ക് മാളിലോ വേറെ എവിടെയെങ്കിലും പോവാം. ആ പൂയൊക്കെ ആയാൽ പിന്നെ പോകാൻ പാടായിരിക്കും. അതുകൊണ്ട് അവരധികം വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല. അവിടെ ആ സൈഡിൽ നിന്നിങ്ങനെ വിക്കുനിങ്ങനെ ഓരോന്ന് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതൊക്കെ എടുത്തുകൊണ്ടിട്ട് എന്ത് ചെയ്യുമെന്നറിയില്ല. അവൻ പറഞ്ഞ് നമുക്കൊരു ചെറിയൊരു അക്വേറിയം പോലെ ആക്കാം, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു കണ്ണൂസ്. അപ്പം വെയിൽ ചൂട് കൂടിക്കൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, വിളിക്കുന്നുണ്ട് അവരെ, വാ പോവാം. പിന്നെ അവരിങ്ങനെ നടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് മുന്നോട്ട്. ആളൊന്നുമില്ല, ഉച്ചയായതുകൊണ്ട് പിന്നെ ഭയങ്കര ഇതായിട്ടാണ്, ഒരു ശാന്തമായിട്ട് കിടക്കുകയാണ്. പിന്നെ കുറച്ച് അപ്പുറത്ത് കുറച്ച് ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. നമ്മൾ നേരെ വണ്ടി കയറിയിരുന്നു. പിന്നെ ആ മീൻ പിടിക്കുന്നത് കണ്ടപ്പോൾ കുറച്ച് മുന്നോട്ട് പോയിട്ട് അതും കൂടി നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അവിടെ അവർ വലയിട്ടതാണ്. അപ്പോൾ അവരടുത്തെത്തി, അവർ തോണിയിൽ നിന്ന് വലിച്ച് കയറ്റിയതല്ലത്. അപ്പോൾ 2 സൈഡിൽ ആ തോണി വെച്ചിട്ട് വലയിട്ടിട്ട് അതിങ്ങനെ 2 സൈഡിൽ നിന്നും വലിക്കുന്നുണ്ട്. അങ്ങനെ
അപ്പുറത്തും ഇപ്പുറത്തും കണ്ടു. അവിടെ നിന്ന് ഇങ്ങോട്ടും രണ്ട് സൈഡിൽ നിന്ന് വലിച്ചിങ്ങോട്ട് കയറ്റിയെടുക്കണം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അവിടെ ഒരു രണ്ട് മരക്കുട്ട ഉണ്ടായിരുന്നു. നല്ല അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവരതിൻ്റെ മേലെ കയറി നിൽക്കുകയൊക്കെ ചെയ്തു. ഫോട്ടോസ് അടിപൊളിയായിരുന്നു അവിടെ നിന്ന് എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവരെ അടുത്തേക്ക് പോയി അവർ മീൻ പിടിക്കുന്നത് നോക്കാൻ വേണ്ടി. പക്ഷേ അത് ഒരുപാട് ടൈം എടുക്കും. അവർ പതുക്കെ വലിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ കണ്ണനോടും വിക്കനോടും പറഞ്ഞ് നിൽക്കണ്ട, നമുക്ക് പോയാലോ എന്ന് പറഞ്ഞു. അവർക്ക് വരാനും പോകാനും വലിയ താല്പര്യമൊന്നുമില്ല. വരുന്നവർക്കൊരു പ്രശ്നമല്ല. ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. അപ്പോൾ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് മുന്നോട്ട് നോക്കിയപ്പോൾ അവിടെ കുറച്ച് തോണിയും ബോട്ടും അതൊക്കെ നിർത്തിയതുണ്ട്. അപ്പോൾ വിക്കുന് അത് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വരെ വന്നു. അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അവിടുന്ന് വിട്ടു. വരുന്ന വഴിയിൽ കോടതീൻ്റെ അവിടെ എത്തിയപ്പോൾ അതിന് മുന്നിലുള്ളൊരു പാർക്കില്ലേ, അവിടെ കയറി. അപ്പോൾ ഇവിടെ ഇതിനകത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ വന്നപ്പോൾ അവിടുന്ന് ചട്ടിച്ചോറും അങ്ങനത്തെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അവർക്ക് അതൊന്നും വേണ്ട, സാധാ ചോറ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ വിക്കുനാന്നേ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അവിടെ പാർക്കിൽ ഒരുപാട് അവർക്ക് കളിക്കാനുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറേ ടൈം അവിടെ തന്നെ നിന്നു. പിന്നെ വലിയ ചൂടൊന്നുമില്ല, നല്ല തണലാണ്. മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണലും പിന്നെ കടലിലെ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ തന്നെ നിന്നു. പിന്നെ അതിനിടയിൽ ഞാനവിടെ ഒരു കൈ നോക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ അടുത്ത് പോയി. അയാൾ കുറേ ടൈം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് അച്ഛനും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. 3:30 ഒക്കെ ആകുമ്പോൾ കോളേജ് വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഇവിടെ എത്തി, കോളേജിലെത്തി. അങ്ങനെ വിക്കും കണ്ണും നേരെ അകത്തേക്ക് കയറിപ്പോയി. അവർ പിന്നെ ഇവിടെ വന്നിട്ട് അവർക്ക് എല്ലാവരുമായിട്ട് നല്ല പരിചയമുള്ളതുകൊണ്ട് അവർ നേരെ കയറി അങ്ങോട്ട് പോയി. ഞാനും ഇവിടെയൊക്കെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. പിന്നെ അധികമല്ല, നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബും ചെയ്യുക. അച്ചു വന്നു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. താങ്ക് യു.